പരിപ്പും മുരിങ്ങക്കോലും കറി ഉണ്ടാക്കാനായി ആദ്യമായി പാത്രം അടുപ്പത്ത് വെച്ച് പാത്രം ചൂടായ ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയോ ഓയിലോ ഏത് തന്നെ ആയാലും മതി. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ തന്നെ 2 കീറിയ വറ്റൽമുളക് കൂടി അതിൻ്റെ കൂടെ ചേർക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചേർക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോവും. അതൊന്ന് ഇളക്കിയ ശേഷം നമുക്കതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. സവാളയ്ക്ക് പകരം ചുവന്നുള്ളി ആണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് കൂടും. അതുപോലെ കറിവേപ്പില ഉണ്ടെങ്കിൽ അതുകൂടി ഇതിനോടൊപ്പം ചേർക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിക്കാം. അതിനുശേഷം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഓരോ മുളക് പൊടിയുടെയും എരിവിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പൊടികൾ ഇട്ട് കൊടുത്ത ശേഷം തീ കുറച്ച് വെച്ച് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറാനായി വഴറ്റി കൊടുക്കാം. പൊടികൾ വഴന്നു വന്നു കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം. മുരിങ്ങക്കോല് വേവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം അതിലേക്ക് മുരിങ്ങക്കോല് കൂടി ഇടാം. എന്നിട്ട് നന്നായി തിളപ്പിക്കാം. ഇതേ സമയം ഞാൻ പ്രഷർ കുക്കറിൽ പരിപ്പ് ഉപ്പ് മാത്രം ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം മുരിങ്ങക്കോല് ചേർത്ത് കഴിഞ്ഞാൽ വെന്ത് അലിഞ്ഞു പോവും. അതുകൊണ്ടാണ് ഇത് സെപ്പറേറ്റായി വെള്ളത്തിൽ വേവിക്കുന്നത്. കറിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് നമുക്ക് മുരിങ്ങക്കോല് വേവാനായി ഈ പാത്രം അടച്ചു വയ്ക്കാം. 2-3 മിനിറ്റ് മാത്രം തിളപ്പിച്ചാൽ മതി. അപ്പോഴേക്കും നമ്മുടെ മുരിങ്ങക്കോല് വെന്തിട്ടുണ്ടാവും. അതിനുശേഷം നമുക്ക് അടുത്തതായി പ്രഷർ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പിനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പരിപ്പ് ചേർത്ത ശേഷം ആവശ്യമാണെങ്കിൽ നമുക്ക് കുറച്ച് ചാറിന് വേണ്ടി ഒന്നുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കി, ഉപ്പ് കുറവാണെങ്കിൽ അതും ചേർക്കാം. അതിനുശേഷം മൂടി വെച്ച് ഒരു തിള വരാൻ വേണ്ടി നമുക്ക് നോക്കി നിൽക്കാം. അങ്ങനെ അത് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പരിപ്പും മുരിങ്ങക്കോലും കറി തയ്യാറായി.